പറയുന്നില്ലേ നമ്മളാ മൂന്നാറ് എവിടെയാ സൂര്യനെല്ലി കൊളുക്കുമലയിലോട്ടാണ് പോണത്. യാത്ര ചെയ്യാനാണ്. അപ്പൊ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പൊ നമ്മിപ്പോ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി ഒരു 5 മണിയൊക്കെ ഇറങ്ങി. ഇവിടെ ഇപ്പൊ ഒരു 5 കാലമായപ്പോ എത്തി. ബസ് രാവിലെ കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ കാണിച്ചു കൊടുത്തോ ഹൈക്കോട്ട് ജംഗ്ഷനിലാണ്. ഇനി ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് വാക്കുണ്ട് സൗത്തിലോട്ട്. അപ്പം അങ്ങോട്ട് പോവാം. ഗായ്സ് അപ്പം നമ്മൾ ഒരു 2.5 കിലോമീറ്റർ വാക്കിന് ശേഷം നമ്മ ഇവിടെ സൗത്തിലെത്തിയിട്ടുണ്ട് സ്റ്റാൻഡിൽ. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഒരു 6:20 ബസ് എന്നാണ് പറഞ്ഞത്. അമ്മ അപ്പം അത്യാവശ്യം നേരത്തെയാണ്. പിന്നെന്താണ് പിന്നെ മൂന്നാർക്കുള്ള കണ്ടക്ടർമാർ ഇറങ്ങി. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മൂന്നാർ പോയിട്ട് പിന്നെ അവിടെ നിന്ന് സൂര്യനെല്ലി ബസ് പിടിച്ച് കണക്ട് അടിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ കാഴ്ച നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാറിലേക്കുള്ള യാത്ര നമ്മുടെ സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാനാണ്. ഗായ്സ് അപ്പം നമ്മ മൂന്നാറിൻ്റെ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതായിരിക്കെങ്കിലും നമ്മുടെ സൂര്യനെല്ലിയിലെ ഈ ഒരു കൊളുക്കുമലയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ എറണാകുളത്ത് നിന്ന് വന്നെങ്കിൽ നമ്മുടെ സൗത്ത് ബസ് സ്റ്റാൻഡിൽ ഒരു 6:20 ബസ്സുണ്ട്. ആ ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് മൂന്നാർ കൊണ്ടുവന്ന് ഇറക്കും. പിന്നെ മൂന്നാർ വന്നതിന് ശേഷം സൂര്യനെല്ലിക്ക് നിങ്ങൾ ബസ് കയറണം. ഞങ്ങൾക്ക് സൂര്യനെല്ലിയിലേക്ക് ബസ്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ ബസ് ലേറ്റായിരുന്നു. അതുകൊണ്ട് സൂര്യനെല്ലിയിലേക്കുള്ള ബസ് പോയി. അപ്പോൾ ബസ് കിട്ടാത്തവരാണെങ്കിൽ ഇവിടെ ജീപ്പ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ജീപ്പിൽ കയറി. അപ്പോൾ ഒരാൾക്ക് 100 വെച്ചാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മൾ സൂര്യനെല്ലി എത്തി. നമ്മുടെ ക്യാമ്പിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്. പുള്ളിയാണ് നൈസ് കമ്പനിയായിരുന്നു. പുള്ളിയുടെ ആ വീടിനോട് അടുത്തായതുകൊണ്ട് പുള്ളി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. കാഴ്ച നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ടിലെത്തി. അവിടെ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട്. ഇവിടെ നിന്ന് കുറച്ച് നടപ്പുണ്ട്. പിന്നെന്താണ് ഡാം. അത് ഡാമും കാര്യങ്ങളൊക്കെയാണ് നോക്കുക. പിന്നെ വ്യൂ നോക്കി ഒരു വാൾപേപ്പർ പോലെ നിൽപ്പുണ്ടല്ലേ. അതെ, ഇതൊക്കെയാണ് ഒരു സന്തോഷം അല്ലേ. അപ്പൊ നമുക്ക് നേരെ ടെന്റിലോട്ട് പോവാം. നമ്മളിപ്പോ ക്യാമ്പിംഗ് സ്പോട്ടിനാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. വ്യൂ ഒക്കെ ഒന്ന് കാണണം ഗൈസ്. അടിപൊളിയാണ് അല്ലേ രാജു? പിന്നെ ഒരു പ്രാവശ്യം വരാത്ത ആൾക്കാരെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ആ ഒരു വന്ന വഴി ഉണ്ടല്ലോ നമ്മ, അത് വെള്ളം പോണാണ്ട ആ ഒരു വന്ന വഴി ഉണ്ടോ, അത് നിങ്ങ ജീപ്പിന് വേണം പറയാൻ. ഇങ്ങോട്ട് വന്നതേ കാര്യം ബസ്സിന് വരുമ്പോ നമുക്ക് ആ ഒരു ചെറിയ ഓഫ് റോഡ് അതൊന്നും കിട്ടൂല. പിന്നെ കിട്ടില്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ജീപ്പിന് വരുമ്പോഴേ. തേയിലത്തോട്ടത്തിന് അടുത്ത് കൂടിയൊക്കെ അത് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങിനി വരുമ്പോ അങ്ങനെ വന്നാ മതി.
ജീപ്പിൽ പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ക്യാമ്പിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വീട് പോലത്തെ ഒരു സ്ഥലം കണ്ട് അവിടെ ഇവിടുത്തെ ആളെ കാണാൻ പോണേണ്. ഇവിടെ നമ്മളെ ടെൻറ്റ് ഏതാണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു പുള്ളി വന്നിട്ടുണ്ട് നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് കൊണ്ടുപോകണേണ്. ഇത് ഒരു നൈസ് സ്പോട്ടാണ് കേട്ടോ ഗായ്സേ. കാണാനായിട്ടൊക്കെ ഒരു രക്ഷയില്ല, നൈസാണ് ഇവിടെ. വന്നപ്പോൾ തന്നെ ഒരു കിടിലൻ ആംബിയൻസ് ആയിരുന്നു. ടെൻ്റൊക്കെ തന്നെ കാണാനാണെങ്കിൽ അടിപൊളി ലുക്കായിരുന്നു. ഇതാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, ഇവരിവിടെ ഒരു പുതപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എക്സ്ട്രാ പുതപ്പ്. അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊടുക്കത്തെ ചൂടാണ് ഗൈസ്. രാത്രിയാകുമ്പോൾ തണുപ്പ് വരുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ വേഗനയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പോണേണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടെൻറ്റിലെ കാര്യങ്ങളൊക്കെ. ബാക്കി എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കാണിക്കണമായിരിക്കും. 2 ബ്രെഡും മേടിച്ചു. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഭക്ഷണം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള. അപ്പോൾ ഇവിടെ നിന്ന് രാത്രി ഈവനിങ് തൊട്ടാണ് ഫുഡ് കിട്ടുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈവനിങ്ങത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡാം കാണാനായിട്ടാണ് പോണത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, ആ ഡി കാണുന്നത് കണ്ട, അതാണ് അനരിയങ്കൽ ഡാം. ഈ ഒരു വ്യൂ കാണാനായിട്ടാണ് നമ്മൾ ഇവിടം വരെ വന്നത്. ഇവിടെ വന്നപ്പോൾ എന്തൊരു സമാധാനം എന്നറിയോ ഗൈസ്. അപ്പോൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഉള്ള ഒരു ആംബിയൻസ് അല്ല ഇപ്പോൾ ഇവിടെ, വേറെ മൂഡാണ്. നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് ചെറിയ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് നേരെ ടെൻറ്റിലേക്ക് പോയി. ഗായ്സ്, അപ്പം നമ്മ ഫുഡ് കഴിച്ചിട്ട് ടെൻറ്റിലേക്ക് വന്ന്. നല്ല ഫുഡായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ 65 അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നൈസ് ഫുഡായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നു. പക്ഷേ അടിപൊളി എന്ന് വെച്ചാൽ അധികം ആൾക്കാരുണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല. നൈസായിരുന്നു, കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് കമ്പനിക്കാരൊക്കെ ആയിട്ട് വരണമെങ്കിൽ വൈബായിരിക്കും അല്ലേ. പിന്നെ നമ്മ ഇപ്പൊ കിടക്കാമ്പോഴാണ് രാവിലെ ആയിരിക്കും. രാവിലെ 4 മണി നല്ലോണം ഹുഡി എടുത്തു. അതെ, ഹുഡി എടുത്തു. ഇങ്ങോട്ട് വന്നെണെങ്കിൽ ഹുഡി എടുത്തു. തണുത്ത് വിറക്കണ്ട്. ഇപ്പൊ ഉച്ചക്ക് നല്ല ചൂടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മ വിചാരിച്ച പോലെ തന്നെ തണുപ്പ് വന്നിട്ടുണ്ട് ഉള്ളിൽ. പിന്നെന്താണ്, പിന്നൊന്നും പറയാനില്ല. അതെ, നാളെ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോ എണീക്കണമെന്നാ പറഞ്ഞ. 4 കഴിയുമ്പോ ഇവിടുന്ന് വണ്ടി എടുക്കും. പിന്നെ നേരെ സൺറൈസ് കാണാൻ പോണം. അപ്പൊ ശരിയാ, ഗുഡ് നൈറ്റ് ഗൈസ്, നാളെ കാണാം. ഗൈസ്, ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ കൊടുക്കുമായിട്ടുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടിയൊക്കെ ഇപ്പൊ വരുമെന്നാ പറഞ്ഞ്. ബാക്കി കാര്യങ്ങളെ അമ്മ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ സമയം ഒരു എത്ര മണിയാണ്? 4:45 5 മണിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഗൈസ്, അപ്പം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ നമ്മുടെ ഇപ്പോൾ കൂടെ നിന്ന് ഒരു ചേട്ടനും കൂടി ഉണ്ട്. നമ്മുടെ ക്യാമ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. പുള്ളി നൈസ് കമ്പനിയായിരുന്നു. നമ്മളപ്പോൾ കൊളുക്കുമലയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫോം അവർ ഫില്ല് ചെയ്യാൻ തന്ന്
എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോണ വഴിക്കെല്ലാം സംഭവിച്ചാൽ അവരതിന് ഉത്തരവാദികളല്ലെന്ന് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഫോമാണ്. നമ്മൾ ആ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊളുക്കുമലയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ജീപ്പ് സഫാരിയൊക്കെ നൈസാണ്, ഒന്നും പറയാനില്ല. കിടിലൻ ഓഫ് റോഡാണ്. ഇതിൻ്റെ പകുതി വരെ ജീപ്പ് വരുള്ളൂ, പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കണം. ഗായ്സ്, അപ്പം നമ്മുടെ കൊളുക്കുമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. വെറുതെ എന്താ പറയുക, നൈസ് വ്യൂ ആണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ ഒരു വട്ടമെങ്കിലും, കാരണം ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. അത്രയ്ക്ക് നൈസ് വ്യൂ ആണ്. കൊളുക്കുമല എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു ബോർഡറിൻ്റെ അടുത്ത് വന്ന ഒരു സ്ഥലമാണ്. ഇത് 7500 ഫീറ്റ് ഉയരമുള്ളൊരു സ്ഥലമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സൺറൈസ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ കാഴ്ച നമ്മളെ കൊളുക്കുമലയിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വൺ ഓഫ് ദ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ വന്നേക്കണത്. എന്താ പറയുക, ഈ ഒരു പ്ലേസ് നമ്മളൊട്ടും നിരാശപ്പെടുത്തിയില്ല. ഏറ്റവും ബെസ്റ്റ് സൺറൈസ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. അപ്പം നിങ്ങൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. എന്താ പറയുക, ഞങ്ങൾക്ക് വന്നിട്ട് ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലേക്ക് പോകണേന്. പിന്നെ നമ്മളെ കൊളുക്കുമലനെ പറ്റി പറയാനാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തേയിലത്തോട്ടങ്ങളുള്ള ഒരു സ്ഥലവും കൂടിയാണ് നമ്മളെ കൊളുക്കുമല. നമ്മുടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ ക്യാമ്പിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങുന്നതാണ്. നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഇപ്പോൾ വേറെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഓട്ടോറിക്ഷ വന്ന് വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട്. നമ്മുടെ ഓട്ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പിലെ ആൾക്കാർ തന്നെ കണക്ട് ചെയ്ത് തന്നതാണ്. ഇനി ഇവിടെ നിന്ന് വേറെ ബസ്സൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പവർ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങി. ഓട്ടോറിക്ഷയ്ക്ക് ഒരു 350 രൂപയായി. ഇവിടെ ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാറിലേക്കൊരു ബസ് വരുമെന്ന് പറഞ്ഞു. പിന്നെ ആ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എറണാകുളത്തേക്ക് പോകും ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മൂന്നാർക്കുള്ള ബസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടാവുമെന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. ഇനി ഇതിൽ കയറിയിട്ട് മൂന്നാറിൽ നിന്നിട്ട് വേണം പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ എറണാകുളത്തേക്കുള്ള ബസ് കയറിയേക്കാണ്. നിങ്ങൾക്ക് ബസ് കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ സ്പോട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ കാണിച്ചേക്കണ പോലെ തന്നെ നമ്മുടെ പവർ ഹൗസിൽ നിന്ന് വന്നിട്ട് പവർ ഹൗസിൽ നിന്ന് മൂന്നാറിലേക്ക് വരിക. മൂന്നാറിൽ നിന്ന് എപ്പോഴും നമ്മുടെ എറണാകുളത്തേക്ക് ബസ് ഉണ്ടാവണമായിരിക്കും. പിന്നെ